ബാബു എം പാലിശ്ശേരിക്ക് വെൽഫെയർ പാർട്ടി അന്തിമോപചാരം അർപ്പിച്ചു. അന്തരിച്ച കുന്നംകുളം മുൻ MLA ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും അന്തിമോപചാരം അർപ്പിച്ചും വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം MK അസ്ലം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, സെക്രട്ടറി MA ഖമറുദ്ദീൻ, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K അനീസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കൊരട്ടിക്കര മോർ കുറിലോസ് സുറിയാനി പള്ളി പെരുന്നാളിന് ചൊവ്വാഴ്ച തുടക്കമായി. വൈകിട്ട് വിളംബര ഘോഷയാത്ര, സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, കൈമുത്ത്, നേർച്ച വിതരണം എന്നിവ നടന്നു. രാത്രി പ്രാദേശിക ദേശപ്പെരുന്നാൾ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ 8:30 വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന പകൽ പെരുന്നാൾ 5-ന് പള്ളിയിൽ സമാപിക്കും. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബായും നടക്കും. തുടർന്ന് ആശീർവാദം, ശ്ലൈഹിക വാഴ്വ്, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിക്കും. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ CM ഫിലിപ്പോസ്, ട്രസ്റ്റി സെറ്റജിൽ സജു, സെക്രട്ടറി ബിൽട്ടൺ പുലിക്കോട്ടിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. SYS തൃത്താല സോൺ സ്നേഹലോകം 16-ന് കുമ്പിടിയിൽ. മുഹമ്മദ് നബിയുടെ ജീവിത ദർശനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് SYS തൃത്താല സോൺ കമ്മിറ്റി 16-ന് കുമ്പിടിയിൽ സ്നേഹലോകം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴം കാലത്ത് 9:30-ന് സമസ്ത കേന്ദ്ര മുശാവർ അംഗം കൊമ്പം KP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SYS സോൺ പ്രസിഡന്റ് ഹാഫിൾ സൊഫ്വാൻ റഹ്മാനി അധ്യക്ഷത വഹിക്കും. തുടർന്ന് 8 സെക്ഷനുകളിലായി മുഹമ്മദ് നബിയുടെ ജീവിതം, ദർശനം, സമീപനം, രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ച ചെയ്യും. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹ്മത്തുല്ല സക്കാഫി അളമരം, ഷാഫി സക്കാഫി മുണ്ടമ്പ്ര, M അബ്ദുൾ മജീദ് അരിയല്ലൂർ, സിറാജുദ്ദീൻ സക്കാഫി കയ്പമംഗലം, എഴുത്തുകാരൻ പ്രദീപ് പേരശനൂർ, അഷ്റഫ് അക്സനി ആനക്കര, KB ബഷീർ തൃശൂർ, MV സിദ്ദിഖ് സക്കാഫി ഒറ്റപ്പാലം എന്നിവർ സംസാരിക്കും. അനുബന്ധമായി എക്സ്പോ, പുസ്തകമേള, സൗഹൃദച്ചയ, സ്നേഹായൻ സംഘടിപ്പിക്കും. കുമ്പിടി മക്കാം സിയാറത്തിന് സമസ്ത ജില്ലാ സെക്രട്ടറി ഹനീഫ ഫൈസി നെല്ലിക്കാട്ടിരി നേതൃത്വം നൽകും. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ അസീസ് ഫൈസി കൂടല്ലൂർ പതാക ഉയർത്തും. സയ്യിദ് മുഹമ്മദ് മൗലത്തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കമാൽ തങ്ങൾ, സയ്യിദ് അബ്ബാസ് തങ്ങൾ, സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ, സയ്യിദ് തഖ്യുദ്ദീൻ തങ്ങൾ, SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഒറ്റപ്പാലം, സെക്രട്ടറി സൈദലവി പൂതക്കാട്, അഖൂബ് പൈലിപ്പുറം, ജാബിർ സക്കാഫി മാപ്പാട്ടുകര, സമസ്ത മേഖലാ പ്രസിഡന്റ് ഹാഫിൾ സുബൈർ മിസ്ബാഹി, കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അബ്ദുൾ റസാഖ് സാദി ആലൂർ, SMA ജില്ലാ സെക്രട്ടറി കുഞ്ഞാപ്പ ഹാജി, അബ്ദുൾ റഷീദ് ഭാഗവി കൂടല്ലൂർ, ഒർവിൽ ഹൈദർ മുസ്ലിയാർ, CM ഉമ്മർ, മുഹമ്മദ് കോയാങ്ങാടി, അബ്ദുൾ ജലീൽ അഹ്സനി, കബീർ അഹ്സനി, KK പാലം, മുസ്തഫ അഹ്സനി, സൈദലവി നിസാമി, SSF ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ ബുഖാരി, ഉനൈസ് അദനി, മൊയ്തീൻ ഷാ അഹ്സനി, റിയാസ് CP, ഫാഹിസ് സഖാഫി കൂടല്ലൂർ എന്നിവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ NT അബ്ദുൾ ജലീൽ അഹ്സനി, റിയാസ് CP, ഷബീർ K, ഹാഷിം സഖാഫി എന്നിവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ റവന്യൂ സ്കൂൾ കായികോത്സവത്തിന് ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സലീന BV പതാക ഉയർത്തി. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി കായികമേള ഉദ്ഘാടനം ചെയ്തു.
തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ, സറീന, T പ്രേമ, PM മുസ്തഫ, K പ്രസാദ്, P ദേവരാജൻ, JK അമ്പിളി, K അജില, PK ഹരിനാരായണൻ, സദത് ഷമിൽ, നാസർ തേളത്ത്, MK ഗണേഷ്, ഷെമിൽ, മുഹമ്മദ് സൽമാൻ, P മണികണ്ഠൻ, PP ഷാജു, ജനപ്രതിനിധികൾ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കായികോത്സവത്തിന്റെ ഭാഗമായി ദീപശിഖ പ്രയാണവും നടത്തി. P മമ്മിക്കുട്ടി MLA കഴിഞ്ഞ വർഷത്തെ അത്ലറ്റിക് ചാമ്പ്യൻ അഷിക് സോണിക്ക് കൈമാറിയ ശേഷം 2024-25 വർഷത്തെ സംസ്ഥാന ജാവലിൻ താരം ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ താരം KU യദുകൃഷ്ണയ്ക്ക് കൈമാറി ദീപശിഖ മൈതാനം വലയം ചെയ്തു. രണ്ടാം ദിവസം ബുധനാഴ്ച രാവിലെ 7-ന് മത്സരങ്ങൾ നടക്കും. 1850ഓളം താരങ്ങൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കായികോത്സവം കാണുവാൻ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഗ്രാമവാസികൾ ഒഴുകിയെത്തി. കായികമേള നാടിന് ആഘോഷമായി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരുകസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോ, കാലിക്കറ്റ്, പാറയമ്പാടം, കുന്നംകുളം. 1/4 നൂറ്റാണ്ടിലേറെ അംഗനവാടി അധ്യാപികയായി പ്രവർത്തിച്ച TK ബിന്ദുവിനും ജില്ലയിലെ ഓക്സിലറി ഗ്രൂപ്പുകളിൽ 1ാം സ്ഥാനവും സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനവും നേടിയ പോർക്കുളം പഞ്ചായത്തിലെ പുനർജനി ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും പൊന്നം അംഗനവാടി പ്രവർത്തകർ ആദരിച്ചു. പോർക്കുളം പഞ്ചായത്ത് അംഗം വിജിത പ്രജി അധ്യക്ഷത വഹിച്ചു. ALMSC അംഗങ്ങളായ ഡെന്നീസ് മങ്ങാട്, സുധാകരൻ, ചാർലി, ആശാ വർക്കർ ബീന എന്നിവർ പ്രസംഗിച്ചു. അധ്യാപിക TK ബിന്ദു അംഗനവാടി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നീനു ഷെറിൻ സ്വാഗതവും ജോസ്മി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ആനക്കോട്ടയിലെ ഗോകുൽ ആനയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരിക, ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് ദേവസ്വം കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ആനക്കോട്ടയുടെ മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചമ്പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. BJP പൂക്കോട് ഏരിയ പ്രസിഡന്റ് ജിതിൻ കാവീട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR ചന്ദ്രൻ, KC വേണുഗോപാൽ, KK സുമേഷ് കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ മനീഷ് കുളങ്ങര, KC രാജു, സെക്രട്ടറിമാരായ പ്രസിഡന്റ് വലിയപറമ്പിൽ, ജിഷാദ് ശിവൻ, പ്രദീപ് പണിക്കശ്ശേരി, ശ്രീജിത്ത് പള്ളിക്കര, ലിബീഷ് പാക്കത്ത്, ദീപക് തിരുവെങ്കിടം, സൂരജ് താമരയൂർ, കൃഷ്ണൻ നളന്ത, ബാലൻ തിരുവെങ്കിടം, EU രാജഗോപാൽ, നിതിൻ മരക്കാത്ത്, സുധീഷ് എന്നിവർ പങ്കെടുത്തു. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ് കുന്നംകുളം. ഫോൺ 9446145776 9446145778. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള ചാവക്കാട് മേഖലയുടെ നേതൃത്വത്തിൽ ദൃശ്യശ്രാവ്യ വിസ്മയം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ വെച്ച് LSWAK സംസ്ഥാന പ്രസിഡന്റ് KA വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ VL ജോയ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി റഹീം കുഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി. ജോഷി ഇമ്മട്ടി സംഘടന വിശദീകരണവും സാബു ത്രിപ്രയ സ്നേഹസ്പർശം വിശദീകരണവും നടത്തി. PC ഹൈദ്രോസ് സ്വാതന്ത്ര്യ പെൻഷൻ വിതരണവും സാജ് സുരേഷ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാര വിതരണവും നടത്തി. സുഗിൽ ദാസ്, ആഷിഖ്, P റിഷാദ്, ഹുസൈൻ, ഫ്രാൻസിസ് ചീരൻ, ഷിഹാബ്, KO ജെൻസൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. AVL സുധി സ്വാഗതവും MA ഷാജു നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനമേള ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എന്നും റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പിന്തുണ ഉണ്ട്. അത് തുടർന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു മുഖവരോടുകൂടി ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഈ വർഷത്തെ 2025 കൊഗ്നിറ്റോ 2025 ടെക്നോ കൾച്ചറൽ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് കൃഷ്ണകുമാർ. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിലെ HOD ആണ്. കൂടാതെ ഈ പ്രോഗ്രാം കൊഗ്നിറ്റോ 2025 എന്ന് പറഞ്ഞ പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററും കൂടിയാണ്. ഞങ്ങളുടെ കോളേജിനെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ ഇവിടെ വന്ന് എത്തിച്ചേർന്നെങ്കിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട, ഞങ്ങൾക്ക് എത്രയും പ്രിയപ്പെട്ട, ഞങ്ങൾക്ക് ഇന്നും വഴികാട്ടിയായിട്ടുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ P. സുരേഷ് വേണുഗോപാൽ സാറാണ്. സാറിനെ സന്തോഷത്തോടുകൂടി ഈ പത്രസമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ സഹപ്രവർത്തകയും ഞങ്ങളുടെ മീഡിയ ക്ലബിന്റെ കൺവീനറും കൂടിയായിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ മിനി ടൂക്ക് മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പ്രോഗ്രാം കൊഗ്നിറ്റോ 2025 സ്റ്റുഡൻസ് കൺവീനർ ആയിട്ടുള്ള മുഹമ്മദ് സിയാദിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം എന്താണ്, എന്തിനു വേണ്ടിയാണ്, എന്തൊക്കെ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഞങ്ങൾ പ്രോഗ്രാം, എന്തൊക്കെയാണ് ഈ പ്രോഗ്രാമിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതിനായി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സുരേഷ് വേണുഗോപാൽ സാറിന് മൈക്ക് കൈമാറും. ഏതൊരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും നെടുന്തുണായി നിൽക്കുന്നതാണ് അതിലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. അതിൽ തന്നെ ടെക്നിക്കൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും അതോടൊപ്പം തന്നെ കുട്ടികളുടെ അഭിരുചിയും സംരംഭകത്വവും ഈ വക കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ ക്യാമ്പസിലും ഈ ഒരു ടെക്നിക്കൽ ഫെസ്റ്റിവൽ നടത്താറ്. ഈ വർഷം നമ്മളത് ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് എന്നതിലേക്ക് ടെക്നിക്കൽ മാത്രമല്ല കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ അഭിരുചി, ഇപ്പം ഡാൻസ് കോമ്പറ്റീഷൻ അതുപോലെയുള്ള മറ്റ് അഭിരുചികൾ കൂടെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം സ്റ്റേറ്റ് ലെവൽ, സംസ്ഥാന തലത്തിലുള്ള ടെക്നോ കൾച്ചറൽ ഫെസ്റ്റിവൽ ആയിട്ടാണ് നടത്തുന്നത്. അതിന് പേര് കൊടുത്തിരിക്കുന്നത് കൊഗ്നിറ്റോ എന്നാണ്. ഏകദേശം 54ഓളം പ്രോഗ്രാമുകളാണ് ഈ ഒരു കൊഗ്നിറ്റോ 2025 നടക്കുന്നത്. ഈ വർഷത്തെ കൊഗ്നിറ്റോയിൽ ഒരു പ്രത്യേകത കൂടിയുള്ളത്, റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ വിദ്യാർത്ഥികൾക്കും സ്റ്റാഫിനും മാത്രമല്ല പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും കൂടെ ഈ ഒരു ടെക്നോ കൾച്ചറൽ ഫെസ്റ്റ് തുറന്നു കൊടുക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ ശാസ്ത്രമേള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സ്കൂൾ +2 തലത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പ്രൊജക്ടുകൾ കുട്ടികൾ അവരുടെ ആ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 രീതിയിലുള്ള അവർ മുൻനിർത്തി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രൊജക്റ്റുകൾക്ക് എഞ്ചിനീയറിംഗ് തലത്തിലുള്ളൊരു മെന്ററിംഗ് കൂടി ഇപ്രാവശ്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടികൾ ആ പ്രൊജക്റ്റുകൾ നമ്മുടെ ക്യാമ്പസിൽ വന്ന് എക്സിബിറ്റ് ചെയ്യുകയും അതിന്റെ ഒരു കോമ്പറ്റീഷൻ ക്യാമ്പസിൽ വെച്ച് നടക്കുകയും അതിലേക്ക് കോളേജിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസർമാരും അതുപോലെ തന്നെ ഒരു വിശിഷ്ടാതിഥിയായിട്ട് IIT-യിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫസറിനെയും കൂടി വിളിച്ച് ആ കുട്ടികൾക്ക് ഒരു മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ഓണ്ടർപ്രണർഷിപ്പ് സംരംഭകത്വ മെന്ററിംഗ് കമ്പനികളുടെ സഹായത്തോടു കൂടി ധ്രുവ് 360 എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ സഹായത്തോടു കൂടി അഭിരുചി, സംരംഭകത്വ അഭിരുചി, എന്തെങ്കിലും ഒരു ചെറിയ ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ അതിനെ വളർത്തിയെടുക്കാനുള്ള ഒരു മെന്ററിംഗ് സ്റ്റാളും കൂടി പ്രത്യേകമായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതിന് പുറമെ ഒരുപാട് ഓട്ടോ എക്സ്പോ, അതുപോലെ എക്സോസ് മാനിയ, അതുപോലെ സൗത്ത് ഇന്ത്യൻ ഡാൻസ് കോമ്പറ്റീഷൻ, കൺസേർട്സ്, ഫാഷൻ ഷോ, അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ അനവധി കോമ്പറ്റീഷൻ, അത് ടെക്നിക്കൽ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, അതുപോലെ ഡ്രോൺ റേസ്, റോബോട്ടിക് ഷോ, അങ്ങനെയുള്ള നിരവധി ടെക്നിക്കൽ പ്രോഗ്രാമുകളും നോൺ ടെക്നിക്കൽ ഇവന്റ് ആയിട്ടുള്ള ആർച്ചറി പോലത്തെ കുട്ടികൾക്ക് രസകരമായിട്ട്, കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും രസകരമായ അനവധി മത്സര ഇനങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി 3 ദിവസങ്ങളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. 16-ാം തീയതിയാണ് പ്രധാനപ്പെട്ട ഓട്ടോ എക്സ്പോ, അതുപോലെ തന്നെ മറ്റു പല പരിപാടികളിൽ ഈവനിങ്ങിൽ ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. 17-ാം തീയതി ഈ മത്സര ഇനങ്ങൾക്കൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്നും നമുക്കറിയാം, നമ്മുടെ ഈ റോഡ് വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ബിഗ് വീൽസ് എന്ന് പറയും, ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ വലിയ ടോറസ് പോലത്തെ പലതരത്തിലുള്ള വലിയ വാഹനങ്ങൾ വെച്ചിട്ടുള്ള ഒരു എക്സിബിഷൻ ഉണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ മത്സരങ്ങൾ, സ്റ്റാളുകൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ഉത്സവം തന്നെ. അതുകൊണ്ടാണ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞത്. ഉത്സവം തന്നെയാണത്. അത് ടെക്നോളജിയും ടെക്നിക്കൽ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ കൾച്ചറൽ കാര്യങ്ങളുമായിട്ടുള്ള സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത്.
ഇതിലേക്ക് എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സ്നേഹവും അതുപോലെ തന്നെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ സഹർഷം ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 year റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യും. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ ഈ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. CPIM നേതാവും മുൻ MLAയുമായ ബാബു M. പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. കൊരട്ടിക്കര നെക്സിക്കോ പാലസിൽ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റ്ലപ്പിള്ളി, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലത്ത, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ്, NCP ജില്ലാ സെക്രട്ടറി EA ദിനമണി, CPM നേതാക്കളായ MM വർഗീസ്, TK വാസു, MN സത്യൻ, K കൊച്ചനിയൻ, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, പത്മം വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിക്കാൻ CBI വേണമെന്ന് BJP പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി KK സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ചങ്ങരംകുളത്ത് നടന്ന നൈറ്റ് മാർച്ചിനു ശേഷം സംഘടിപ്പിച്ച അയ്യപ്പ ഭക്തജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KK സുരേന്ദ്രൻ. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരെ സംരക്ഷിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നിലപാടെന്നും ദേവസ്വം വിജിലൻസ് അന്വേഷണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നാലും സത്യം പുറത്തുകൊണ്ടുവരാൻ പിണറായി സർക്കാർ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്തർ സംസ്ഥാന ബന്ധമുള്ള ഈ സ്വർണ്ണക്കൊള്ള കേരളത്തിലെ പല ദേവസ്വം ക്ഷേത്രങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നും ക്ഷേത്രങ്ങളിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ഓഡിറ്റ് അനിവാര്യമാണെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുക CBI അന്വേഷണത്തിലൂടെയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസാദ് പടിഞ്ഞാക്കര അധ്യക്ഷത വഹിച്ചു. നൈറ്റ് മാർച്ചിന് അനീഷ് ചെയ്യാനൂർ നേതൃത്വം നൽകി. ജനു പട്ടേരി, ഉദയൻ കോട്ടയിൽ, T. ഗോപാലകൃഷ്ണൻ, ബാലൻസി മുക്കുതല, രാധാകൃഷ്ണൻ പട്ടേരി, വിജയൻ ചെറവല്ലൂർ, രജിതൻ പന്താവൂർ എന്നിവർ പങ്കെടുത്തു. കരിക്കാട് ബട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ കന്യമാസത്തിലെ ആയില്യത്തിന് വർഷങ്ങളായി നടത്തിവരുന്ന സർപ്പബലി നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പാതിരിക്കുന്നത്ത് മനക്കിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. ഓരോ വ്യക്തിയുടെയും ഗ്രഹങ്ങളിലും നക്ഷത്രങ്ങളിലും ഉണ്ടാകുന്ന സർപ്പദോഷങ്ങളും ശാപങ്ങളും അകറ്റുന്നതിനും സന്താന ലബ്ധിക്കും വേണ്ടിയാണ് ഈ ചടങ്ങ് നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1000-ഓളം ഭക്തർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ BTN വിജയൻ നമ്പൂതിരി, KR ഉണ്ണിക്കുട്ടൻ, CU നായർ, ബാബു വില്ലയിൽ എന്നിവർ അറിയിച്ചു. എരുമപ്പെട്ടി വരവൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾ അവതരിപ്പിച്ച യോഗ പ്രദർശനം നവ്യാനുഭവമായി. നാഷണൽ ആയുഷ് മിഷന്റെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും വരവൂർ ഗവൺമെന്റ് ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന യോഗ പരിശീലന പദ്ധതിയിലെ യോഗ പഠിതാക്കളുടെ പ്രകടനമാണ് വരവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് വരവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന വികസന സദസ്സിൽ അരങ്ങേറിയത്. വരവൂർ പഞ്ചായത്തിലെ 12ഓളം വാർഡുകളിലായി നടക്കുന്ന യോഗ ക്ലബ്ബുകളിലെ 120ഓളം വരുന്ന യോഗാ പഠിതാക്കൾ പ്രദർശനത്തിൽ പങ്കെടുത്തു. 5 ദിവസത്തോളം നീണ്ടുനിന്ന കഠിന പരിശീലനത്തിന്റെയും പ്രയത്നത്തിന്റെയും വിജയകരമായ പരിസമാപ്തിയാണ് യോഗ പ്രദർശനം. വരവൂർ ഗവൺമെന്റ് ഹോമിയോ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ
യോഗ ഇൻസ്ട്രക്ടറായ യു കവിത ലക്ഷ്മിയാണ് മികച്ച പരിശീലനം നൽകിയത്. വരവൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടന വേദിയിലെത്തിയ ചേലക്കര MLA UR പ്രദീപ് അടക്കമുള്ളവർ യോഗ പ്രദർശനത്തിൽ പങ്കെടുത്തവരെ അഭിനന്ദിച്ചു. JKR ഹോസ്പിറ്റൽ. ആരോഗ്യമുള്ള ശരീരമാണ് ഒരു തലമുറയുടെ സമ്പത്ത്. ഈ ദേശത്തിന്റെ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങൾ നിറവേറ്റുന്നതിന് കയ്യെത്തും ദൂരത്ത് കരുതലോടെ ഡോക്ടറുണ്ട്. ഞങ്ങളുടെ സേവനങ്ങൾ 24/7 ഡോക്ടർ സേവനം, 24/7 മണിക്കൂർ ഫാർമസി തുറന്ന് പ്രവർത്തിക്കുന്നു, 24/7 ലാബ് സേവനം, സ്പെഷ്യലിസ്റ്റ്, ജനറൽ മെഡിസിൻ, ENT വിഭാഗം, സ്ത്രീരോഗ വിഭാഗം, കുട്ടികളുടെ വിഭാഗം, ത്വക്ക് രോഗ വിഭാഗം, എല്ല് രോഗ വിഭാഗം തുടങ്ങിയവരുടെ സേവനം. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് 25/8/25 മുതൽ 25/9/25 വരെ ഒരു മാസത്തേക്ക് കംപ്ലീറ്റ് ബ്ലഡ് ചെക്കപ്പ്, ഷുഗർ ടെസ്റ്റ്, PPBS എന്നീ ടെസ്റ്റുകൾ തികച്ചും സൗജന്യമായിരിക്കും. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ പ്രതിബദ്ധത. വിസിറ്റേഴ്സ് JKR ഹോസ്പിറ്റൽ, മിൽട്ടൺ ടവർ, ജെറുസലേം, പഴഞ്ഞി. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മെയിൻ റോഡ് സെന്ററിൽ സമാപിച്ചു. വിശ്വാസികളെ വഞ്ചിച്ച് സ്വർണ്ണക്കൊള്ള നടത്തി ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാണ് നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി K. ബാബു നാസർ നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഹുസൈൻ പുളിയഞ്ഞാലിൽ അധ്യക്ഷനായി. മെയിൻ റോഡ് സെന്ററിൽ നടന്ന സമാപന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റും മുൻ MLAയുമായ VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന നേതാക്കളായ PC ഗംഗാധരൻ, ചന്ദ്രശേഖരൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇൻജാസ് ബാബു, മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രകാശ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ ഹാഷിം അച്ചാരത്ത്, ഗോപിനാഥ് പാലഞ്ചേരി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റുക്കിയ ഹംസ, തൃത്തല UDF കൺവീനർ TK സുനിൽകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ, പ്രദീപ് ചെറുവാശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ നിഷ അജിത് കുമാർ, സുജിത എന്നിവർ സംസാരിച്ചു. എറണാകുളം ഡോക്ടർ പടിയർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ നിന്നും BHMS പൂർത്തീകരിച്ച് നാടിന്റെ അഭിമാനമായ ഡോക്ടർ ഷിൻസിൻ സൽമിയയെ SDPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി പുരസ്കാരം നൽകി അനുമോദിച്ചു. മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ, സെക്രട്ടറി മുസമ്മിൽ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഷഹീദ് ബ്ലാങ്ങാട്, മുനിസിപ്പൽ ജോയിന്റ് സെക്രട്ടറി ഹംസ, പുത്തൻ കടപ്പുറം ബ്രാഞ്ച് പ്രസിഡന്റ് മുജീബ് കുന്നത്ത്, സിനാൻ എന്നിവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് മറ്റം സെന്ററിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷമീറ ഖാദർമോൻ, വിജയ ശശിധരൻ, ലത പ്രേമൻ, ഉഷക്കുട്ടൻ, സെബീന റിറ്റോ, സിമി സ്റ്റെൽസൺ, ഷമീറ ഷംസുദ്ദീൻ, റംല മജീദ്, അൽഫോൺസ ഗ്രേസൻ, സുനിത രാജു എന്നിവർ സംസാരിച്ചു. ചിറനെല്ലൂർ സെന്റ് ജോസഫ് LP സ്കൂളിൽ കിഡ്സ് അത്ലറ്റിക് ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം നടന്നു. ആരോഗ്യമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി കിഡ്സ് അത്ലറ്റിക് ഉൽപ്പന്നങ്ങളുടെ വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ പോൾ അധ്യക്ഷനായി. പ്രധാന അധ്യാപിക TJ ബീന, PTA പ്രസിഡന്റ് സുനിത ഷിജു എന്നിവർ സംസാരിച്ചു. കൃത്രിമ നിറവും രുചിയും കുട്ടികളുടെ ഇഷ്ടമേറുമ്പോൾ അമ്മയുടെ രുചിയുടെ പ്രസക്തിയും സ്വാദും തിരിച്ചറിയാൻ രുചിമേളം കുട്ടികൾക്ക് വലിയൊരു അവസരമായി. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ ലോക കൈകഴുകൽ ദിനത്തിനോടനുബന്ധിച്ച് നിത്യജീവിതത്തിൽ കൈകഴുകലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി. കൈകഴുകലിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദമാക്കുന്ന ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. കൈകഴുകൽ ദിനത്തിന്റെ പോസ്റ്റർ പ്രദർശിപ്പിച്ചു. കൈ കഴുകുന്നതിലൂടെ രോഗങ്ങളെ അകറ്റാം, ആരോഗ്യം നേടാമെന്ന് പ്രധാന അധ്യാപിക സിസ്റ്റർ ഷാലി മരിയ സന്ദേശം നൽകി. തുടർന്ന് കുട്ടികളെല്ലാവരും കൈകൾ കഴുകി ദിനാചരണത്തിൽ പങ്കാളികളായി. അധ്യാപികമാരായ പ്രിസി ജോർജ്, എജി VJ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ കൊരട്ടിക്കര മോർ കുറിലോസ് സുറിയാനി പള്ളി പെരുന്നാൾ സമാപിച്ചു. പെരുന്നാൾ തലേന്ന് ചൊവ്വാഴ്ച വൈകിട്ട് വിളംബര ഘോഷയാത്ര,
സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, കൈമുത്ത്, നേർച്ച വിതരണം എന്നിവ നടന്നു. രാത്രി പ്രാദേശിക ദേശപ്പെരുന്നാൾ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മോർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് ആരംഭിച്ച ദേശങ്ങളിൽ വിളംബരം നടത്തി 5-ന് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് പള്ളിക്ക് ചുറ്റും കൊടിയും സ്ലീബായും നടക്കും. തുടർന്ന് ആശീർവാദം, ശ്ലൈഹിക വാഴ്വ്, പൊതുസദ്യയോടെ പെരുന്നാൾ സമാപിച്ചു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ CM ഫിലിപ്പോസ്, ട്രസ്റ്റി സെറ്റജിൽ സജു, സെക്രട്ടറി ബിൽട്ടൻ പുലിക്കോട്ടിൽ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. CPM നേതാവും മുൻ MLAയുമായിരുന്ന ബാബു M പാലിശ്ശേരിയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വൻ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം വളണ്ടിയേഴ്സ് മൃതദേഹം ചിതയിലേക്കെടുത്തു. തുടർന്ന് കുന്നംകുളം SCPCR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഓണർ നൽകി. തുടർന്ന് ബന്ധുമിത്രാദികളുടെ അന്തിമോപചാരത്തിനു ശേഷം ബാബുവിന്റെ മകൻ അഖിൽ ചിതയ്ക്ക് തീ കൊളുത്തി. സംസ്കാര ചടങ്ങിൽ MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റലപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, CPI ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വാഴപ്പള്ളി മെഡിക്കൽസ് ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപം കോട്ടോൽ, പഴഞ്ഞി. ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാവിധ ബ്രാൻഡഡ് ജനറിക് മരുന്നുകളും ഉത്തരവാദിത്വത്തോടുകൂടി ലഭിക്കുന്നു. മരുന്നുകളെല്ലാം ശരിയായ താപനിലയിൽ സൂക്ഷിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ ജനങ്ങളിൽ എത്തിക്കുന്നു. 22 വർഷത്തെ സേവന പാരമ്പര്യം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഴപ്പള്ളി ഐവയർ ഗവൺമെന്റ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് എതിർവശം, കോട്ടോൽ, പഴഞ്ഞി. ഫോൺ 9447768102. CPM നേതാവും മുൻ MLAയുമായിരുന്ന ബാബു M പാലിശ്ശേരിയുടെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വൻ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. അന്തിമോപചാരം അർപ്പിച്ചതിനു ശേഷം വളണ്ടിയേഴ്സ് മൃതദേഹം ചിതയിലേക്കെടുത്തു. തുടർന്ന് കുന്നംകുളം SCPCR സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഓണർ നൽകി. തുടർന്ന് ബന്ധുമിത്രാദികളുടെ അന്തിമോപചാരത്തിനു ശേഷം ബാബുവിന്റെ മകൻ അഖിൽ ചിതയ്ക്ക് തീ കൊളുത്തി. സംസ്കാര ചടങ്ങിൽ MLAമാരായ AC മൊയ്തീൻ, സേവ്യർ ചിറ്റലപ്പള്ളി, CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, CPI ജില്ലാ സെക്രട്ടറി ശിവാനന്ദൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രമുഖരും സാംസ്കാരിക പ്രവർത്തകരും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു.
ഗുരുവായൂർ നഗരസഭയുടെ 11th ടർഫ് ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആർട്ടിഫിഷ്യൽ ഫുട്ബോൾ ടർഫ് ഗ്രൗണ്ട് പത്മശ്രീ IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോൾ താരം ജോപോൾ അഞ്ചേരി മുഖ്യാതിഥിയായി. മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിജോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെഫീർ, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, AS മനോജ്, A സായിനാഥൻ, നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു. ജില്ലാ സംസ്ഥാന 11th ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ കഴിയുന്ന ആധുനികവും മനോഹരവുമായ ടർഫ് ഗ്രൗണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,50,00,000 രൂപയോളം ചിലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത്. 11th ഫുട്ബോൾ കളിക്കാൻ കഴിയുന്ന ഫുട്ബോൾ അസോസിയേഷന്റെ FIFA സ്റ്റാൻഡേർഡ് വിസ്തീർണവും ഈ ഗ്രൗണ്ടിനുണ്ട് എന്നതിനാൽ ഫിഫയുടെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ലഭിച്ച തൃശൂർ ജില്ലയിലെ ഏക ഗ്രൗണ്ടായി ഇത് മാറുകയാണ്. തൃശൂർ നഗരത്തിലൊഴികെ ജില്ലയിൽ എവിടെയും അത്യാധുനികമായ 11th ടർഫ് ഗ്രൗണ്ടുകൾ നിലവിലില്ല. നാടിന്റെ കായിക കുതിപ്പിന് ഇത് ഏറെ സഹായകരമാവും. സ്കൂളിലെയും ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ഫുട്ബോൾ താരങ്ങളുടെ ഭാവിക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറും.